അധ്യക്ഷ പ്രസംഗം നടത്തി സംസാരിക്കുന്നതിനായി ശ്രീ CICC ജയചന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രിയം നിറഞ്ഞവരെ, സ്വാഗതം ആശംസിച്ച ശ്രീ വി അജിത് നാരായണൻ, വിശ്വനാഥ മേനോൻ്റെ 7ാം ചരമവാർഷിക ദിനാചരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA, മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള ശ്രീ അജിത് കൊളാടി, അനുസ്മരണ പ്രഭാഷണങ്ങൾക്കായി എത്തിയ MB ബെന്നി, NM പിയേഴ്സൺ, ശ്രീമതി ശാരദാ മോഹൻ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഡോക്ടർ V മാധവചന്ദ്രൻ, സദസ്സിലിരിക്കുന്ന പ്രഗത്ഭരായ GCDയുടെ മുൻ ചെയർമാനും കൊച്ചി നഗരസഭയുടെ മേയറുമായ ബാലചന്ദ്രനും, അലി അക്ബറും, വിശ്വനാഥ മേനോൻ്റെ പ്രിയപത്നിയും ബന്ധുക്കളുമൊക്കെ അടങ്ങുന്ന സദസ്സ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഏതാണ്ട് 5ാമത്തെ തവണയാണ് ഈ വേദിയിൽ വിശ്വനാഥ മേനോനുമായി ബന്ധപ്പെട്ട് ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ സംസാരിക്കാൻ എത്തുന്നത്. അജിത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കുറേ പ്രാവശ്യമായി വരുന്നു, ഞാൻ തന്നെ വരണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ വരികയാണ് നല്ലത്, ഞങ്ങൾക്കതാണ് താല്പര്യം. എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ മഹാരാജാസിൻ്റെ ചരിത്രം എഴുതുമ്പോൾ, പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അതേക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ വാക്കുകളിലൂടെ കടന്നു വരുന്ന പേരുകളിലൊന്നാണ് V വിശ്വനാഥ മേനോൻ എന്ന അമ്പാടി വിശ്വം. ഞാൻ പണ്ട് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ തലേ ദിവസം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി മഹാരാജാസ് കോളേജിൽ നടന്ന ഒരു വലിയ രക്തച്ചൊരിച്ചൽ, ബ്രിട്ടീഷ് ആധിപത്യം മാറി വരുമ്പോൾ ഇന്ത്യൻ ദേശീയ പതാക മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ ഉയർത്താൻ തീരുമാനിച്ച V വിശ്വനാഥ മേനോനും മറ്റു 17 പേരും, അവരോട് ദേശീയ പതാക ഉയർത്തുമ്പോൾ കൊച്ചി രാജാവിൻ്റെ പതാക കൂടി ഉയർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്തേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണകൂടം. ആഘോഷ രാവുകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയെ സ്വാഗതം ചെയ്യാനായി വലിയ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഈ പതാക ഉയർത്തലിൻ്റെ ചർച്ചയിൽ ബ്രിട്ടീഷ് പോലീസും രാജാവിൻ്റെ പോലീസുകാർ കൂടി അതിപൈശാചികമായി തല്ലിച്ചതച്ച കുറേ വിദ്യാർത്ഥികൾ. ആ കൂട്ടത്തിൽ കൊച്ചി രാജാവിൻ്റെ പതാക താഴത്ത് വലിച്ചിട്ട് കത്തിച്ച് കളഞ്ഞത്, എതിർപ്പിൻ്റെ ഭാഗമാക്കിയത് V വിശ്വനാഥ മേനോനാണ്. അതിന് അദ്ദേഹം ഏറ്റ മർദ്ദനങ്ങൾക്ക് കണക്കും കയ്യുമില്ല. അടിച്ചോടിക്കപ്പെട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് കൂടിയ ആ കൂട്ടം വിദ്യാർത്ഥികൾ പിറ്റേ ദിവസം രാജകൊട്ടാരമായ തൃപ്പൂണിത്തുറയിലേക്ക് നടത്തിയ മാർച്ചും, രാജാവിനെ മുഖം തിരിഞ്ഞ് മാത്രം പുറകോട്ടിറങ്ങണം എന്ന് പറയുന്നത് ധിക്കരിച്ചുകൊണ്ട് രാജാവിനെ തിരിഞ്ഞു പുറകോട്ടിറങ്ങുകയും, പിന്നെ ആ സമരങ്ങൾ വലുതായി മാറുകയും 17 വിദ്യാർത്ഥികളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന രീതിയിൽ അവരെ കലാലയങ്ങളിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്ത സമരത്തിൻ്റെ അതിൻ്റെ നേതാവായിരുന്നു V വിശ്വനാഥ മേനോൻ. എവിടെയൊക്കെ എതിർക്കണം എന്ന് തോന്നുന്നുവോ അവിടെയൊക്കെ എതിർക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായി എതിർപ്പിൻ്റെ മുനയുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അതിനെ എതിർക്കുക എന്നുള്ള ആ ഒരു ചിന്തയാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതാണ്. മാധവൻ ചേട്ടനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നടത്തിയ സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പിയേഴ്സൺ ഒരു പുസ്തകം തന്നെ ഉണ്ട് അതേക്കുറിച്ച്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. വിശ്വനാഥ മേനോൻ്റെ അറസ്റ്റിനെ മലയാള മനോരമ അന്ന് രേഖപ്പെടുത്തിയത് സ്റ്റാലിൻ വിശ്വനാഥ മേനോൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്.
സാന്ദർഭികമായി സ്റ്റാലിൻ എന്ന പദം ഞാൻ ഉപയോഗിച്ചത് കൊളാടി അജിത്തിൻ്റെ ഒരു ലേഖനം ഈ അടുത്തിടയ്ക്ക് സ്റ്റാലിനെ കുറിച്ച് വന്നിരുന്നു. ഈ വേദിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. രണ്ടുപേർ നാളെ ബലം കാത്തിരിക്കുന്നവരാണ്. നാളെ MLA-മാരാകേണ്ട, ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ നാളെ 5 മണിക്ക് കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തേണ്ട 2 പേരിവിടെയുണ്ട്. തിരൂരങ്ങാടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ അജിത് കൊളാടിയും ഇപ്പോൾ വൈപ്പിൻ MLA-യും തൃപ്പൂണിത്തുറയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ KN ഉണ്ണികൃഷ്ണനും. ഉണ്ണികൃഷ്ണൻ ഞാനിവിടെ വരുമ്പോൾ ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, എനിക്ക് യാതൊരു ബേജാറുമില്ല, ഞാൻ കൃത്യം 5 മണിക്ക് കുസാറ്റിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിന്ന് അജിത്തിനോട് വിളിച്ച് ചോദിച്ചു, കൊളാടി അജിത്ത് എന്ന പേര് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ്റെ ആരാണ് ഇദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മകനാണ്. ഞാൻ ദീർഘകാലം പണ്ട് എൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് അവരുടെ സംഭാഷണങ്ങളിലൊക്കെ കൊളാടി ഗോവിന്ദൻകുട്ടി മേനോനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പഴയ MLA ആയിരുന്നു. സമാധാന പ്രസ്ഥാനത്തിൻ്റെ ആ കാലത്ത് ഗുരുവായൂർ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പോരാളികളിലൊന്നായിരുന്നു അദ്ദേഹം, ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് സ്വയാശ്രയ കേരളത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകുക എന്നുള്ളതുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ രവി കുറ്റിക്കാടും MB ബെന്നിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അന്ന് കാലത്തിന് മായ്ക്കാനാവാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന വി വിശ്വനാഥ മേനോൻ്റെ പുസ്തകം ഇറക്കിയത്. ആ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നിമിഷങ്ങളിൽ മഹാരാജാസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ വി വിശ്വനാഥ മേനോനും നമ്മുടെ സ്മരണകളിൽ 150 വർഷം പഴക്കമുള്ള ഒരു കോളേജിൻ്റെ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, മഹാരാജാസ് കോളേജിൻ്റെ തന്നെ മറ്റൊരു പ്രിയപുത്രനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മണ്ണിൽ നിന്നുകൊണ്ട് വിശ്വനാഥ മേനോനെക്കുറിച്ചുള്ള ഈ വേദിയിൽ അധ്യക്ഷനാകാൻ ഏതോ ഭാഗ്യം കൊണ്ട് 2 or 3 പ്രാവശ്യം വന്നെത്തിക്കഴിഞ്ഞ ഞാൻ എൻ്റെ ഭാഗ്യത്തിൽ കുറിച്ച് മനസ്സിൽ സന്തോഷത്തോടു കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിനും ഈ വേദിക്കും നന്മകൾ നേർന്നുകൊണ്ട് 2 പേർക്കും, നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ വിശ്വനാഥ മേനോൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് നാളെ 12 മണിക്ക് ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വീണ്ടും MLA ആയി വരുമ്പോൾ, വൈപ്പിൻ MLA എന്നുള്ളത് തൃപ്പൂണിത്തുറ MLA ആയി മാറുമ്പോൾ, വിശ്വനാഥ മേനോനെ പോലെ തന്നെ ആ മന്ത്രിസഭ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രിപദം അലങ്കരിക്കാനും ഉണ്ണികൃഷ്ണന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.